അങ്ങനെ ബിഗ് ബോസ് തുടങ്ങി ആദ്യ ദിനം രാവിലെ തന്നെ തല്ല്. അതെനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ തല്ല് തലവേദന കൊണ്ടുള്ളതല്ല. സാധാരണഗതിയിൽ തലവേദന വന്നാൽ ആളുകൾ മിണ്ടാണ്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുരുണ്ടോടി ഇരിക്കുക. ഇത് തലവേദന കാരണം തല്ല് തുടങ്ങി ബാക്കിയുള്ള എല്ലാവർക്കും തലവേദനയാക്കി. ഞാൻ ഇത് കാണും നിങ്ങൾ, എന്നിട്ട് ഞാൻ പറയാം. കണ്ടല്ല, അപ്പാനി ശരത്തും പിന്നെ മറ്റേ ചങ്ങായി, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഈ ചങ്ങായിയും കൂടിയാണ് നമ്മളെ രേണുസുതി, സ്റ്റാർ ഓഫ് ദി സ്റ്റാർ. ഈ രേണുസുധീനെ മാത്രമേ എല്ലാവർക്കും അറിയില്ലൂ തോന്നട്ടാ. അതിൻ്റെ അത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ പെണ്ണിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളല്ലേ തന്നെ നെഗറ്റീവായിട്ടാണ് കുറേ പ്രശ്നങ്ങൾ കയറി സോഷ്യൽ മീഡിയ മൊത്തം ഇവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബിഗ് ബോസിൽ കയറിപ്പോയി. അന്നേരം കുറേ ആളുകൾ പറഞ്ഞു ബിഗ് ബോസിലേക്ക് ഇവൾ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവളെന്ത് ചെയ്തു, അതിബുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു. എന്നിട്ട് ബിഗ് ബോസ് കയറി, ബിഗ് ബോസിനെ കുറേ കുറ്റവും പറഞ്ഞിട്ട് ബിഗ് ബോസ് കയറി. പണ്ട് നമ്മളെ മാരാർ ഇതേപോലെ കയറിയിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിനെ കുറ്റവും പറഞ്ഞിട്ട് ബിഗ് ബോസ് കയറിയിട്ട് കപ്പടിച്ചു കഴിഞ്ഞാൽ അതേപോലെ എങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ബിഗ് ബോസിനെ കുറ്റവും പറഞ്ഞിട്ട് ബിഗ് ബോസ് കയറി. എന്നിട്ട് ഇപ്പം തലവേദന ആണോ എന്തോ പറഞ്ഞു, ചിലപ്പം തലവേദന ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ആടാ മോനെ തുടങ്ങിയില്ലേ നമ്മളപ്പാനി ചേർത്തും മറ്റോനും കൂടിയിട്ട് ഓളെ എനിക്ക് തലവേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊക്കെ. അപ്പോഴത്തേക്കും മറ്റേ നമ്മളെ ബിരുദൻ ക്യാപ്റ്റൻ അനീഷ് അങ്ങ് കയറി. അല്ല, അയാൾ എന്താ കാണിച്ചു കൂട്ടുന്ന, അയാൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ ആളെ പ്രൊവോക്ക് ചെയ്യാൻ മിടുക്കനാന്ന് തോന്നുന്നു, പ്രൊവോക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ. പക്ഷെ അതിനെക്കാട്ടിയും മിടുക്കനാ മറ്റേ ചങ്ങായി. ഓൻ അടിപൊളിയാണ്, ഓനെ ഒരു കാലിന് സുഖമില്ലെങ്കിലും ആള് സൂപ്പറാണ്. ഓരോ കാര്യങ്ങളെല്ലാം സൂപ്പറാവും. ഓൻ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനീഷിനെ. അനീഷ് കയറി തല്ലിയില്ല രീതിയിലാണ് കാര്യങ്ങൾ പോയി, നിങ്ങൾ കണ്ടാന്നല്ലോ. അങ്ങനെ ബിഗ് ബോസ് തുടങ്ങി, തല്ല് തുടങ്ങി, പണിപ്പുര. രാവിലെ തല്ല് ആര്യൻ്റെ വക, കുഴപ്പം ആര്യൻ്റെ വക. തല്ലെങ്ങനെ ഉണ്ടാവില്ല, കുഴപ്പങ്ങൾ ആര്യൻ്റെ വക തുടങ്ങി. ഇനി എനിക്ക് മലയാളം വായിക്കും, നിങ്ങളെ മുമ്പിൽ ഞാൻ മലയാളം വായിക്കൂല. മലയാളം ബിഗ് ബോസിൽ വന്നാൽ വായിക്കണടാ, എനിക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ അത് പറ അറിയില്ലാന്ന്, അല്ലാതെ ഞാനിനി വായിക്കൂല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നല്ല പറയുന്നുണ്ട്. എന്താ പറയുക, തുടങ്ങി ബിഗ് ബോസ് തുടങ്ങി കേട്ടാ, തല്ലും തുടങ്ങി. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം, എന്നിട്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഞാനും ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ശരി സുലാൻ, വീണ്ടും കാണാം.